ഇപ്പൊ നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഒരു വാർത്തയായിട്ട് മാറിയിട്ടുണ്ട് നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടങ്ങൾ തകരുന്നത് അല്ലെങ്കിൽ ഇരുനില കെട്ടിടങ്ങളൊക്കെ തകരുന്നത്. എന്തായിരിക്കും ഈ കെട്ടിടങ്ങൾ തകരുന്നതിന്റെ പിന്നിലെ റൂട്ട് കോസസ്? നമ്മൾ വീട് പണിയാൻ വേണ്ടിയിട്ട് ഒരു പ്ലോട്ട് ചൂസ് ചെയ്യുമ്പോൾ ആ പ്ലോട്ട് ഒരു പക്ഷേ വെറുതെ കിടന്നിട്ടുള്ള ഒരു ലാൻഡ് ആയിരിക്കാം, അല്ലെങ്കിൽ മരങ്ങളൊക്കെയുള്ള ഒരു സ്ഥലമായിരിക്കാം. ആൻഡ് ആ ഒരു ടൈമിൽ ആ ഒരു ലാൻഡിന്റെ മുകളിൽ വെയിറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം ഒരു കോൺക്രീറ്റ് എന്ന് പറഞ്ഞ ഒരു സ്ട്രക്ചർ അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ലോഡ് ക്യാരി ചെയ്യുന്ന ഒരു വസ്തുവാണ്. അത് നമ്മൾ ആ ഒരു പ്ലോട്ടിന്റെ മുകളിൽ കൊണ്ട് വെക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ആ താഴത്തെ മണ്ണിന് ആ വെയിറ്റ് താങ്ങാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ എന്തായാലും ചെക്ക് ചെയ്യേണ്ടതാണ്. വീട് നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാൻ നമ്മൾ ഫൈനലൈസ് ചെയ്തതിനു ശേഷം മസ്റ്റ് ആയിട്ടും നമ്മൾ ചെയ്യേണ്ട ഒന്നാണ് സ്ട്രക്ചറൽ ഡിസൈൻ. അതായത് ആ ഒരു സ്ട്രക്ചറിന്റെ സ്കെലിറ്റൺ, അതിനെയാണ് നമ്മൾ സ്ട്രക്ചറൽ ഡിസൈൻ എന്ന് പറയുന്നത്. ന്യൂസിലൊക്കെ കാണുന്ന ഈ ഒരു തകർന്ന വീടുകൾ കാണുമ്പോൾ തന്നെ വളരെ ക്ലിയർ ആണ് അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറൽ ഡിസൈൻ ഇല്ലെന്നും, അതേപോലെ തന്നെ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയറിന്റെ സൂപ്പർവിഷനോട് കൂടിയല്ല ഇത് നിർമ്മിച്ചിട്ടുള്ളത് എന്നുള്ളതും. നമ്മൾ നിർമ്മിക്കുന്ന വീടിൽ ഉണ്ടാവുന്ന പലതരത്തിലുള്ള ലോഡുകളും ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഭൂമിയിലേക്ക് കൊടുക്കാനുള്ള ഒരു പ്രോപ്പർ ആയിട്ടൊരു ഡിസൈൻ ആയിരിക്കും ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയർ അവിടെ ചെയ്യുന്നുണ്ടാവുക. താൽക്കാലികമായിട്ടുള്ള ഫൈനാൻഷ്യൽ അഡ്വാൻറ്റേജസിന് വേണ്ടിയിട്ട് നമ്മളൊരു സ്ട്രക്ചറൽ എഞ്ചിനീയറിന്റെ സൂപ്പർവിഷൻ ഇല്ലാതെ ഒരു വീട് നിർമ്മിക്കുമ്പോൾ നമുക്ക് അവിടെ ലക്ഷങ്ങൾ തന്നെയാണ് നഷ്ടമാവുന്നത്.